597 ശ്രീ കെ വിജയൻ, പ്രതിപക്ഷ എംഎൽഎമാർക്ക് സസ്പെൻഷനാണ്. 606 ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ 610 ഇ ചന്ദ്രശേഖരൻ, സനീഷ് കുമാർ, എം വിൻസെന്റ്, സർ 597 ശ്രീ കെ വിജയൻ നൽകിയ ഭേദഗതി, റോജി എം ജോൺ അടക്കമുള്ള എംഎൽഎമാരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 3 എംഎൽഎമാർക്ക് സസ്പെൻഷനുള്ള വിവരമാണ്. ഒഴികെ ബാക്കിയെല്ലാം തള്ളിയിരിക്കുന്നു. പ്രതിപക്ഷ എംഎൽഎമാർക്ക് സസ്പെൻഷൻ. ഭാഗമാക്കാമോ എന്ന പ്രശ്നം. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ 3 എംഎൽഎമാർക്കാണോ സസ്പെൻഷൻ? എന്താണ് കാരണം? പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധം അത് അക്രമം നടന്നു എന്നാണ് ഇപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നത്. ഒപ്പം മുഖ്യമന്ത്രിക്കെതിരെ മോശമായ പരാമർശമുണ്ടായി. വാച്ച് ആൻഡ് വാർഡർമാരെ 2 ദിവസമായി ആക്രമിച്ചു. ഇന്ന് വാച്ച് ആൻഡ് വാർഡർമാർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ ചീഫ് മാർഷൽ ഷിബുവിന് പരിക്കേറ്റു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യം വന്നു. ഇതിൽ നിയമസഭ അപലപിക്കുന്നു. അങ്ങനെ 3 എംഎൽഎമാർ ചേർന്നാണ് ഇത്തരം നടപടികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. സനീഷ് കുമാർ ജോസഫ്, എം വിൻസെന്റ്, ഒപ്പം റോജി എം ജോൺ, ഈ 3 പേർ അച്ചടക്ക ലംഘനം നടത്തി അവർക്കെതിരെ നടപടിയെടുക്കുന്നു എന്ന പ്രമേയമാണ് എം പി രാജേഷ് അവതരിപ്പിച്ചത്. ആ പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. 3 പ്രതിപക്ഷ എംഎൽഎമാരെയാണ് ഇപ്പോൾ നിയമസഭ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷ എംഎൽഎമാർ നടത്തിയ പ്രതിഷേധത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് ഇപ്പോൾ എംഎൽഎമാർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. സ്മൃതി, ഏതായാലും ഇന്ന് സുരക്ഷാ ജീവനക്കാരുമായി അവിടെ ഉന്തും തള്ളും ഉണ്ടായിരുന്നു. നിയമസഭയിൽ ഏതാണ്ട് സഭയിൽ നിന്നും സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം പ്രതിപക്ഷ എംഎൽഎമാരുടെ ഭാഗത്തുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ചീഫ് മാർഷലിന് പരിക്കേറ്റത്. ചീഫ് മാർഷലിന് പരിക്കേറ്റ സംഭവത്തിലാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് ഇപ്പോൾ സഭ എത്തിയിരിക്കുന്നത്. ഇന്നലെയും റോജി എം ജോണിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്നലെയും റോജി എം ജോൺ ചീഫ് മാർഷലിനെ ആക്രമിച്ചു എന്ന ആരോപണം ഉയർത്തിയതാണ്. ഇന്ന് എം പി രാജേഷ് വനിതാ വാച്ച് ആൻഡ് വാർഡർമാരെ പ്രതിപക്ഷം ആക്രമിക്കുന്നുവെന്ന് ഇന്ന് തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ പ്രതിഷേധം തുടങ്ങുമ്പോൾ തന്നെ ആരോപണം ഉയർത്തിയതാണ്. ഇന്നലെയും സമാനമായി വാച്ച് ആൻഡ് വാർഡർമാരെ ആക്രമിക്കുന്നുവെന്ന് ഭരണപക്ഷ എംഎൽഎമാർ അങ്ങനെ ഒരു ആരോപണം ഉയർത്തി. ഇന്നലെയും സമാനമായ സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നിയമസഭയിലുണ്ടായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ 3 എംഎൽഎമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാണ് ഈ പ്രതിപക്ഷ എംഎൽഎമാരുടെ പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തെ 3 എംഎൽഎമാർക്കെതിരെ നടപടിയുണ്ടായിരിക്കുന്നത്. ഇന്നലെയും സമാനമായ സാഹചര്യം. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ആരോപണമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ താൻ കണ്ടു വാച്ച് ആൻഡ് വാർഡർമാരെ പ്രതിപക്ഷം ആക്രമിക്കുന്നു എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ ആരോപിച്ചത്. കഴിഞ്ഞ 4 ദിവസമായി പ്രതിപക്ഷം മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണമോഷണം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം നിയമസഭയിൽ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ടായിരുന്നു. ആ പ്രതിഷേധം പലപ്പോഴും സഭയെ പ്രക്ഷുബ്ധമാക്കിയിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി പ്രതിപക്ഷ പ്രതിഷേധം സഭയ്ക്കകത്ത് സംഘർഷഭരിതമായിരുന്നു. ഇന്നലെയും ഇന്നുമായി വാച്ച് ആൻഡ് വാർഡർമാരെ ഡയസിന് താഴെ അണിനിരത്തിയതാണ് സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് വഴിയൊരുക്കിയത്. ഏതായാലും ആ സാഹചര്യം ഒടുവിൽ ഇന്ന് വാച്ച് ആൻഡ് വാർഡർമാരെ ആക്രമിച്ചുവെന്ന് ആരോപിച്ച 3 പ്രതിപക്ഷ എംഎൽഎമാർക്കെതിരെയുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളും വ്യക്തമാണ്. പ്രതിഷേധം അത് ബാനർ സ്പീക്കറുടെ മുഖത്തേക്ക് ബാനർ കൊണ്ടുവന്നിട്ടുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും നീങ്ങിയിരുന്നു. ഇന്നും അത് തന്നെയായിരുന്നു സ്ഥിതി. പക്ഷേ ഈ 3 എംഎൽഎമാർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു സസ്പെൻഷൻ, ഈ 3 എംഎൽഎമാർ വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിച്ചു എന്നാണോ പറയുന്നത്? എന്താണ് നിങ്ങൾക്ക് കാണാനായത് എന്നും പ്രധാനമാണല്ലോ. സ്മൃതി, ഇന്നലെയും ഇന്നുമായി നടന്ന നിയമസഭയ്ക്കകത്തുണ്ടായ അനിഷ്ട സംഭവങ്ങൾ, പ്രക്ഷുബ്ധമായ അന്തരീക്ഷം, അവിടെ പൂർണ്ണമായും അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. മീഡിയ റൂമിലായാലും ഇന്നലെ സഭയ്ക്കകത്ത് നമ്മൾ കാണുന്നത്